സഭയുടെ നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കർത്തൃദിവസത്തിൻ്റെ പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ അമ്മയോട് യാചിക്കുവാൻ കൃപ നൽകിയതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രിയിൽ ദൈവകൃപ കൂടിയിരുന്നു ഞങ്ങൾ ഓരോരുത്തരെയും ദേശത്തെയും സകല കുടുംബങ്ങളെയും കരുണയോടെ കാത്തതിനായി സ്തോത്രം. ഈ വിശുദ്ധ ദിവസത്തിൻ്റെ നന്മകൾ കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അല്പസമയം ഞങ്ങളുടെ പാതപടത്തിലായിരിക്കുന്നു. ദൈവകൃപയാൽ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. 34-ാമത്തെ പാട്ടിൻ്റെ ആദ്യത്തെ 3 ചരണങ്ങളാണ്. 34 ചരണം. തേനിനെക്കാളും യേശുവിൻ നാമം ദിവ്യമധുരമല്ലോ, അതു തേടി വേഗം ഓടി വന്നിടുക ദിനം തോറും മനമേ. തേനിനെക്കാളും യേശുവിൻ നാമം ദിവ്യമധുരമല്ലോ, കാശിനി തന്നിൽ സ്നേഹമുൾക്കൊണ്ടു കഷ്ടമവൻ വഹിച്ചു. പാപകന്മഷം പോക്കി ശാപത്തെ നീക്കി കണ്ടറിക മനമേ. തേനിനെക്കാളും യേശുവിൻ നാമം ദിവ്യമധുരമല്ലോ. പാപിയെ സ്തുതിത്താനും ഒന്നാം ഭാഗം. സ്തുതിത്താനും ഒന്നാം ഭാഗം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, സകല ജഡവും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുവിൻ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്ത തലമുറ തലമുറയായി ഇരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കാൻ നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാം അവിടുത്തെ മേയ്ക്കുന്ന ജനവും അവിടുത്തെ കൈക്കരയാളുകളും തന്നെ. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും നമ്മുടെ ഹൃദയമുള്ളവൻ, വ്യാജനത്തിൽ മനസ്സ് വയ്ക്കാതെയും കടസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്. ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ട് അനുസരിച്ചില്ല. ദൈവത്തിന്റെ കന്യയാൽ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നിരസിക്കുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവിടത്തോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും അങ്ങയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. എന്റെ എന്റെ വീണ്ടെടുപ്പാനായ യഹോവേ, എന്റെ വായുവാകുന്നു, എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദമായി മാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും മനസ്സനുള്ള ഹൃദയത്തോടെ തുടരുവാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 9 നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ഞങ്ങളുടെ വഴി തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ, വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ നടന്നിരിക്കുന്നു. ഞങ്ങൾ വെച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല,
ദൈവമേ, മഹാകരുണയുടെ പിതാവേ, അങ്ങയുടെ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്ക് സകലതായും ആദരിക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാപരിവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്കായും എല്ലാത്തിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമതിക്കപ്പെടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ എന്നുള്ളവരായി തീരേണ്ടതിന് അങ്ങയെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച കുട്ടിയോടും വിശുദ്ധിയോടും നീതിയോടും ഞങ്ങളുടെ പാവങ്ങളെ കേട്ടതിന് അങ്ങനെ ഞങ്ങളുടെ ആദരങ്ങളോട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർമ്മങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനമുള്ളതാകണമേ. ആമേൻ. ഇന്നത്തേക്കുള്ള പാഠഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 19 വരെ. അന്ന് തന്നെ അവരിൽ 2 പേർ യെരൂശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയും ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനം അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോട് നിന്ന്, ക്ലെയപ്പാവ് എന്ന പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവരോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ച് ഉള്ളത് തന്നെ. ഈ വായിച്ചു കേട്ട തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കൈത്തിരിയായി നാം തെളിഞ്ഞിടാം, പൂത്തിരിയായി നാം പൊഴിഞ്ഞിടാം, സ്നേഹത്തിൻ തീക്കനലേകിടം ജീവ അഗ്നിയായി പടർന്നിടാം, സ്നേഹത്തിൻ തീക്കനലേകിടം ജീവ അഗ്നിയായി പടർന്നിടാം. ആത്മാവേ പരിശുദ്ധാത്മാവേ പിന്മഴയായി പെയ്യണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ പിന്മഴയായി പെയ്യണമേ, മലിനതയെല്ലാം അകറ്റണമേ, പുതുശക്തിയാലെ നിറയ്ക്കണമേ, മലിനതയെല്ലാം അകറ്റണമേ, പുതുശക്തിയാലെ നിറയ്ക്കണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ പിന്മഴയായി പെയ്യണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ പിന്മഴയായി പെയ്യണമേ. സകല നന്മകൾക്കും അനുഗ്രഹങ്ങൾക്ക് ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഹല്ലേലൂയ. ശാന്തവും മനോഹരമായ കർത്താവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ കർത്താവേ, നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവേ, എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ കൂടിയിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എൻ്റെ ദൈവം തമ്പുരാൻ സഹായിച്ച വൻകൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ ആരാധനയുടെ കർത്താവേ, ഭാഗമാകുന്ന കർത്താവേ, ഞങ്ങളുടെ സഭയിലെ ദേശത്തിലെ കർത്താവെ മുഴുവൻ ജനത്തെയും എൻ്റെ യേശുവിന്റെ തൃപ്പാദപീഠങ്ങളിലേക്ക് താഴ്ത്തി തരുന്ന കർത്താവെ, ഹല്ലേലൂയ.
ഇപ്പോൾ ദൈവത്തിന്റെ സന്നിധിയില് മുഴങ്കാല് മടക്കി കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ ജനത്തിനായി ഞങ്ങൾ അങ്ങ് അപേക്ഷിക്കുന്ന കർത്താവെ, ഓരോ മക്കളുടെ പ്രാർത്ഥനകളും എന്റെ ദൈവനാമത്താൽ അനുഗ്രഹം പ്രാപിക്കുവാനും കർത്താവെ, ജനത്തിന് നന്മയുണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകിച്ചും കർത്താവെ കൊറോണ എന്ന കർത്താവെ മാരകമായ രോഗത്താൽ കർത്താവെ ജനം കർത്താവെ ഒറ്റപ്പെട്ട് കർത്താവെ തങ്ങളുടെ വീടുകളിലും പലവിധമായ സ്ഥലങ്ങളിലും അവർ കഴിയുകയാണല്ലോ കർത്താവെ. എന്റെ യേശു അവിടെ നിന്ന് കാണുന്നു, അവിടെ നിന്ന് അറിയുന്ന വൻകൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഓരോ ദിവസവും കർത്താവെ ദൈവമേ ആയിരങ്ങൾ പതിനായിരങ്ങൾ കർത്താവെ ഈ ലോകം വിട്ട് എടുക്കപ്പെടുന്ന കർത്താവെ ഈ സാഹചര്യം കർത്താവെ, ഈ രോഗം കർത്താവെ എത്രയും വേഗം കർത്താവെ ലോക ജനതയിൽ നിന്നും കർത്താവെ തുടച്ചു മാറ്റുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവെ. അങ്ങയെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല കർത്താവെ. ഉയർത്ത കർത്താവെ ഹല്ലേലൂയ. ദൈവമേ ഞങ്ങൾ അങ്ങയോട് കൂടെ വിശ്വാസത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവെ, ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു കർത്താവെ. ഓരോ മക്കളുടെ മേലും ദൈവത്തിന്റെ കൃപ ഇറങ്ങി അങ്ങ് വചനം അയച്ച് അങ്ങ് ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ കുടുംബത്തിന്റെ മേലും ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് കർത്താവ് ഞങ്ങളുടെ ആലയത്തിൽ നടത്തുന്ന കർത്താവെ ഈ സ്തോത്ര പ്രാർത്ഥന കർത്താവെ ഞങ്ങളുടെ സഭയ്ക്ക്, ഞങ്ങളുടെ ദേശത്തിന് കർത്താവെ, ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് അനുഗ്രഹമായി തന്നെ തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുപ്പ ഓരോ മക്കളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവെ മുഖാമുഖമായി കഴിയുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണം കർത്താവെ, അവരെ ദൈവം സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്കിടയിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ കർത്താവെ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ കർത്താവെ, അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കുവാനുള്ള ശക്തിയും ബലവും ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകരാജ്യങ്ങളുടെ ഭരണകർത്താക്കൾ, ഞങ്ങളുടെ ഇന്ത്യയിലെ ഭരണകർത്താക്കൾ, ഞങ്ങളുടെ സംസ്ഥാനത്തിലെ ഭരണകർത്താക്കൾ കർത്താവെ, എല്ലാവരും നല്ല ഭരണം കാഴ്ചവെക്കുവാനും കർത്താവെ, എന്റെ ദൈവമേ ഈ മാരകമായ ജനത്തിൽ നിന്നും കർത്താവെ ഹല്ലേലൂയ, എന്റെ കർത്താവെ വേണ്ടുവോളം കർത്താവെ ജനത്തെ നന്മയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കർത്താവെ സർക്കാർ തലത്തിൽ നിന്നും വേണ്ട കർത്താവെ പൂർണ്ണമായ നല്ല നിയമ നടപടികൾ കർത്താവെ ഇനിയും അധികം ശക്തിയായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജനത്തെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ദൈവമേ അങ്ങയുടെ കൈകളിൽ നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ രക്തം കൊണ്ട് എല്ലാ മക്കളെയും വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ദൈവമേ ഈ മാരകമായ രോഗം മാറി കർത്താവെ, സർക്കാരിന്റെ കർത്താവെ ലോക്ക്ഡൌൺ പിൻവലിച്ചുകൊണ്ട് കർത്താവെ എല്ലാ മക്കൾക്കും ദൈവനാമത്തിൽ ആരാധിച്ച് ബോധപ്പെടുത്തുവാൻ എന്റെ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അന്ത്യകാലഘട്ടത്തിൽ സർവ്വജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് കർത്താവെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് കർത്താവെ. ഈ നാളുകൾ കർത്താവെ ലോക ജനതയുടെ എല്ലാ സ്ഥലങ്ങളിലും കർത്താവെ ദൈവമേ ദൈവത്തിന്റെ വചനം എത്തിക്കുവാനും എല്ലാ മക്കളും ദൈവത്തിന്റെ വചനം അറിഞ്ഞ് ജീവിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ രക്തം കൊണ്ട് മുദ്രയിട്ട് കാത്ത് പരിപാലിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ സഭയിൽ നിന്ന് വിദൂര ദേശത്ത് കർത്താവെ കടന്നുപോയിരിക്കുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടെ പണിയെടുക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പലരും കർത്താവെ നാട്ടിലേക്ക് വരുവാൻ കഴിയാതെ ദൈവമേ അവിടെ ഒറ്റപ്പെട്ട് കഴിയുകയാണല്ലോ. എല്ലാ മക്കളുടെ മേലും ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണം. ഈ നാടുകളിൽ എല്ലാ മക്കൾക്കും നാട്ടിലേക്ക് കടന്നു വരുവാനും സന്തോഷത്തോടെ കർത്താവെ തങ്ങളുടെ കുടുംബാംഗങ്ങളെ കണ്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ യേശുവിന്റെ സാന്നിധ്യം ഓരോ മക്കളിന്റെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹാടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബിഷപ്പ് തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മഹാടയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവനാമത്തിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദേശത്തിൽ ഫലവത്തായ രീതിയിൽ തന്റെ മക്കളുടെ പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കാൻ ദൈവം കൃപ ചെയ്യണം. ഡിസ്ട്രിക്റ്റിലെ ചെയർമാൻ അച്ഛൻ, ഡിസ്ട്രിക്റ്റിലെ സഭകൾ, ഡിസ്ട്രിക്റ്റിലെ പ്രവർത്തനങ്ങൾ കർത്താവെ ഇപ്പോൾ കർത്താവ് ഇതുപോലെ നടക്കുന്ന എല്ലാ ആരാധനകൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ആരാധനകളും ദൈവനാമത്താൽ മഹത്വപ്പെടുവാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിനയപുരസരം കർത്താവെ ദൈവമേ ലോകരാജ്യത്തിലെ എല്ലാ ജനങ്ങളെയും എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. അവിടുത്തെ രക്തം കൊണ്ട് മുദ്രയിടുന്ന കർത്താവെ 38 വർഷമായി ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ കിടന്ന മനുഷ്യനോട് കർത്താവെ എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് കൽപ്പിച്ചുവല്ലോ. അപ്രകാരം കർത്താവെ എഴുന്നേൽക്കുവാൻ കഴിയാതെ കർത്താവെ രോഗങ്ങളുടെയും പലവിധമായ പ്രതികൂലയുടെ മധ്യത്തിലും കർത്താവെ മാരകമായ കൊറോണ രോഗത്തിന്റെ മധ്യത്തിലും കർത്താവെ കിടക്കമേലായിരിക്കുന്ന സമസ്ത മക്കൾക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ട് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ ദൈവമേ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് കർത്താവെ ആ വ്യക്തിയോട് യഹോവയായ ദൈവം ഈ പകൽക്കാലം ചോദിക്കുമ്പോൾ കർത്താവെ തന്റെ മകന്റെ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും എന്റെ ദൈവത്തിന്റെ നാമത്തിൽ അവൻ ഇറക്കി വെച്ചു. തന്റെ ജീവിതത്തെ എന്റെ കർത്താവിന്റെ മുൻപിൽ ഇറക്കി വെച്ച് കർത്താവെ
എന്റെ ദൈവം നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് കൽപ്പിച്ചതുകൊണ്ട് കർത്താവെ, എല്ലാ മക്കളുടെ ഭാരങ്ങളും എന്റെ ദൈവനാമത്തിൽ ഇറക്കി വെച്ചുകൊണ്ട് കർത്താവെ, എല്ലാ മക്കളുടെ കിടക്ക എടുത്ത് ഈ പകൽക്കാലം നടന്ന് തിരമ്പി ദൈവത്തെ സ്തുതിച്ച് മോത്തപ്പെടുത്തി ആരാധിക്കുവാനുള്ള ഒരു കൃപ ഈ വിശുദ്ധ ദിവസം എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടെ ഈ ശബ്ദപരിധികളിലായിരിക്കുന്ന എല്ലാ മക്കളെ നീ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയായിരിക്കുന്ന മുഴുവൻ മക്കളെ നീ അനുഗ്രഹിക്കണം. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അച്ഛനായി പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷ ദൈവം മാനിക്കണം പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കേണ്ട വചനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, നിങ്ങളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമായ വചനങ്ങൾ കേട്ട് സന്തോഷത്തോടെ കടന്നു ചെല്ലുവാൻ ദൈവം കൃപ ചെയ്യണം. ശേഷ സമയങ്ങൾ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേട്ട് നല്ല കൃപയ്ക്ക് നന്ദി. സർവ്വതും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയെ കടത്താതെ സർവദോഷം അടിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സഭാവിശ്വാസികൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മുടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം കൃപ നൽകിയതിനായ അനുദിന ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ എന്ന വിഷയമാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി മഹായിടവകയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വിഷയം. അനുദിന ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ. ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം സകലരുടെയും പ്രതീക്ഷകൾ തകർത്ത് വേദനയും നിരാശയും നൽകിയെങ്കിൽ പുനരുത്ഥാനവും പ്രത്യക്ഷതകളും ആശയും ആവേശവും പുതിയ കാഴ്ചപ്പാടുകളും നൽകി. ചിതറിപ്പോയ ശിക്ഷകണങ്ങൾ ഉയർത്ത കർത്താവിനാൽ ശക്തി പ്രാപിച്ച് കൂട്ടായ്മ ബന്ധം ദൃഢപ്പെടുത്തി. കർത്താവിൻ്റെ പ്രത്യക്ഷതയോട് പെന്തക്കോസ്ത് നാളിൽ ആത്മശക്തി പ്രാപിച്ച് മുന്നേറിയ ശിക്ഷകണം അതിർവരമ്പുകളെ ലംഘിച്ച് സഭയെ വളരുമാറാക്കി. ഈ കൂട്ടായ്മ എന്ന വാക്കിന്റെ ഗ്രീക്ക് പദം കൊയിനോണിയ എന്നാണ്. പുതിയ നിയമത്തിൽ പല അർത്ഥങ്ങളും ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. സഹജീവികളോടുള്ള സ്നേഹം, കൂടിച്ചേരൽ, സംസർഗം, ഔദാര്യം, സഹോദര ഐക്യം, പങ്കുചേരൽ, ഓഹരിക്കാരാവുക, കൂട്ടാളികളാവുക എന്നൊക്കെ ഈ വാക്കിന് അർത്ഥം പറയുവാനായിട്ട് സാധിക്കും. ആദിമസഭയുടെ ശക്തി കേന്ദ്രം യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമായ കൂട്ടായ്മ ജീവിതമായിരുന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്ന, പരസ്പരം പങ്കിടുന്ന, കൂടി വരുന്ന അനുഭവം. അങ്ങനെ അനുദിന ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുടെ അനുഭവത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചുരുക്കമായി ഈ പ്രഭാതത്തിൽ പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ഉയർത്ത ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ കോരുകൾ മാറ്റുന്നു. അപ്പൊ ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സങ്കീർത്തനം 23-ാമത്തെ സങ്കീർത്തനമാണ്. അപ്പൊ ദൈവിക കരുതലിനെ കുറിച്ചുള്ള സമഗ്രമായ ഒരു വർണ്ണനയാണ് ഈ 23-ാം സങ്കീർത്തനം. സ്വന്തം ജീവൻ മറന്നുകൊണ്ട് അപകടവേളയിൽ ആടുകൾക്ക് പരിപാലനവും സംരക്ഷണവും നൽകുന്ന ഒരു മാതൃക ഇടയനെ ഇവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. ഒരു നല്ല ഇടയൻ ആടുകളെ സ്നേഹത്തോടും വാത്സല്യത്തോടും പരിപാലിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുന്നു എന്നാണ് ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറയപ്പെടുന്നത്. അപ്പം മഴ വളരെ കുറവായ പാലസ്തീൻ നാട്ടിൽ പച്ചപ്പുല്ല് കുറവായതിനാലും ജലദൗർലഭ്യം ഉള്ളതിനാലും പച്ചയായ പുൽപ്പുറങ്ങളും ജലസ്രോതസ്സുകളും തേടിപ്പിടിച്ച് നല്ല ഇടയൻ ആടുകളെ അവിടേക്ക് നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, എൻ്റെ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എന്നീ വാക്യങ്ങളിലൂടെ സാമൂഹിക ആവശ്യങ്ങളും ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങളും തൃപ്തി വരുത്തുന്ന ദൈവമാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കാം. അപ്പൊ സമർത്ഥമായ ദൈവിക
പരിപാലനത്തിൻ്റെ സംതൃപ്തിയാണ് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അപ്പൊ സമൃദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും അനുഭവത്തിൽ മരണനിഴലിൽ താഴ്വരയായ കൂരിരുൾ താഴ്വരയ്ക്ക് എന്താണ് പ്രാധാന്യമുള്ളത്? ഈ സങ്കീർത്തനത്തിന്റെ മധ്യഭാഗത്ത് പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഇവിടെ ആടുകളെ സംബന്ധിച്ചിടത്തോളം മരണനിഴൽ നിറഞ്ഞതാണ് കൂരിരുൾ താഴ്വര. കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പാലസ്തീൻ നാട്ടിൽ ആടുകളെ കുറിച്ചുള്ള മേച്ചിൽപ്പുറം അധികവും കുന്നിൻപുറങ്ങളിലാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒരു കുന്നിൽ നിന്നുള്ള പുല്ലുകൾ ഭക്ഷിച്ച ശേഷം അടുത്ത കുന്നുകളിലേക്ക് പോകണമെങ്കിൽ താഴ്വര കടക്കണം. താഴ്വരയിൽ കൂടുതൽ ജലാംശമുള്ളതിനാൽ കുറ്റിക്കാടുകളും അതുപോലെ വൻ വൃക്ഷങ്ങളും വന്യമൃഗങ്ങളും ഉണ്ടാകും. വന്യമൃഗങ്ങളുടെയും കള്ളന്മാരുടെയും ഭീഷണി അപകട സാധ്യത ഉളവാക്കുന്നു. ഇപ്പൊ കൂരിരുൾ താഴ്വര രൂപപ്പെടുത്തുന്ന ചില പ്രത്യേകതകളൊക്കെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്, കൂരിരുൾ താഴ്വരയിൽ ആടുകൾ ഇടയനോട് ചേർന്ന് നടക്കും. അപകട സാധ്യതയുള്ള സ്ഥലത്ത് ഇടയനോട് ചേർന്ന് നടക്കാനാണ് ആടുകൾക്കിഷ്ടം. എന്നാൽ വിശാലമായ മേച്ചിൽപ്പുറത്തെത്തുമ്പോൾ ഇടയനേക്കാൾ ആഹാരത്തിനാണ് പ്രാധാന്യം. ഇപ്പൊ മനുഷ്യ ജീവിതത്തിലും വേദനയുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ മനുഷ്യൻ താല്പര്യപ്പെടുന്നു. എന്നാൽ സുഖലോലുപതയുടെ സമയത്ത് നല്ല ഇടയനായ ദൈവത്തെ സൗകര്യപൂർവ്വം മറന്നുകളയുകയും ചെയ്യും. രണ്ടാമത്, കൂരിരുൾ താഴ്വര പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കുള്ള പാതയാണ്. ദൈവം തന്റെ മക്കളെ നടത്തുന്ന പാതകളിലെല്ലാം കൂരിരുൾ താഴ്വരയുടെ അനുഭവം ഉണ്ടാകും. മൂന്നാമത്, കൂരിരുൾ താഴ്വര ദൈവവിശ്വാസികൾക്ക് സാക്ഷ്യത്തിനുള്ള സന്ദർഭമാണ്. കാരാഗൃഹത്തിൽ വെച്ചാണ് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികൾക്ക് ധൈര്യം പകരുന്ന ലേഖനങ്ങളൊക്കെ എഴുതിയത്. പീഡാനുഭവങ്ങളുടെയും നിത്യദാരിദ്ര്യത്തിൻ്റെയും വേർപാടിൻ്റെ അനുഭവങ്ങളിലാണ് ഭക്തന്മാർ ഭക്തിഗാനങ്ങളിൽ രചിക്കപ്പെട്ടതും അതിലൂടെ ആശ്വാസം കണ്ടെത്തിയതും. അതായത് കൂരിരുൾ താഴ്വര പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തുവാനും ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ദൃഢപ്പെടുത്തുവാനും നമ്മെ സഹായിക്കുന്നു. രണ്ടാമത്, ഉയർത്ത ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ പൊതുശക്തി നൽകുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ ലേഖന പാഠഭാഗം ഫിലിപ്പിയർ 3-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് സന്തോഷം എന്നതാണ്. അപ്പോൾ സന്തോഷിക്കുവാൻ ഏതൊരു സാഹചര്യവും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ആവർത്തിച്ച് പറയുന്നത് എങ്ങനെ? എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് പറയത്തക്ക വിധം വേദനയുടെയും നിരാശയുടെയും അനുഭവത്തിലും പൗലോസിന് ദൈവം പൊതുശക്തി നൽകി എന്നാണ്. ഒന്നാമതായി, പൗലോസിന്റെ ബന്ധനം മുഖേന കൈസരുടെ അരമനയിലുള്ളവർ എല്ലാവരും ക്രിസ്തുവിനെ അറിയുവാൻ ഇടയായി. അതുപോലെ രണ്ടാമതായി, തന്റെ പ്രവർത്തനത്താൽ റോമയിലെ സഭ ശക്തി പ്രാപിച്ചു. മൂന്നാമതായി, ഉണർവ് പ്രാപിച്ച സഭ സുവിശേഷത്തിന്റെ ഘോഷണത്തിൽ ശ്രദ്ധ പതിപ്പിച്ചു. നാലാമതായി, പ്രതികൂല സംഭവങ്ങളെ അനുകൂലമാക്കി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണായപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ സാധിച്ചു. അപ്പം നാം സുഖവും സന്തോഷമുള്ളവരായിരിക്കുന്നതിൽ നിന്നും അത്യധികം ദൈവ സ്വഭാവമുള്ളവരായിരിക്കണം എന്നതാണ് നമ്മെ പറ്റിയുള്ള ക്രിസ്തുവിൻ്റെ ആഗ്രഹം എന്നാണ് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇപ്പോൾ പൗലോസിന്റെ ജീവിതം ക്രിസ്തുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജഡപ്രകാരം തനിക്ക് പ്രശംസിക്കുവാൻ പലതും ഉണ്ടായിരുന്നുവെങ്കിലും അവയെല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ഇവിടെ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ തനിക്ക് ലഭിച്ച പുതിയ കാഴ്ചപ്പാടിൻ പ്രകാരം അതുവരെ തനിക്കുണ്ടെന്ന് അഭിമാനിച്ചതെല്ലാം നിസ്സാരമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തനിക്ക് യേശുവിലൂടെ ലഭിച്ച രക്ഷ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്
ശക്തിയിൽ നിന്ന് വിടുവിച്ച് നിലനിർത്തുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കണമെന്ന് പൗലോസ് ഉറപ്പ് ലഭിക്കുന്നു. രക്ഷ പൂർണ്ണമായി പ്രാപിച്ചുവെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് അപൂർണമാണ്. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തുവിനെ മുഖാമുഖമായി കാണുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. കൂടാതെ ഒരുവൻ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ പുതുശക്തി പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നു എന്ന സന്ദേശമാണ് പൗലോസ് നമുക്ക് നൽകുന്നത്. ഇപ്രകാരം ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലൂടെ ഒരുവന് പുതുശക്തി ലഭിക്കുന്നു. മൂന്നാമത്, ഉയർത്ത ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ അന്ധത അകറ്റുന്നു എന്നതാണ്. ഇന്നത്തെ സുവിശേഷ പാഠഭാഗം വിശുദ്ധ ലൂക്കോസ് 24-13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഉയർത്ത കർത്താവ് പല വിധത്തിൽ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇവിടെ വായിച്ച വേദഭാഗത്ത് യേശു ഉയർത്തെഴുന്നേറ്റ അന്നേ ദിവസം തന്നെ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്കുള്ള യാത്രയിൽ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നത് ക്ലെയപ്പാവും പേര് പറയാത്ത മറ്റൊരാൾ ക്ലെയപ്പാവിൻ്റെ ഭാര്യയായിരിക്കാമെന്നും അവർ പ്രസംഗ കഴിഞ്ഞ് മടങ്ങി പോവുകയാകുന്നു എന്നും ആധുനിക വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇവിടെ എമ്മോസിലേക്കുള്ള യാത്രയിൽ യേശുവിനെ ഒരു അജ്ഞാത സ്നേഹിതനായിട്ടാണ് കാണുന്നത്. ഈ യാത്ര അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയായിരുന്നു. അതായത് ഉയർത്ത കർത്താവ് തിരുവചന വ്യാഖ്യാനത്തിലൂടെ അവരുടെ ഹൃദയം തുറന്നു, അന്ധകാരം മാറ്റി, വെളിച്ചം നൽകി. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആയതിനാൽ അവിടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. അതാണ് അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് പറയുന്നത്. അപ്പൊ ഉയർത്ത കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും അനുഭവിച്ച് തിരുവചനം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾ തുറന്ന് നാം യേശുവിനെ അറിയും. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവിടെ കണ്ണു തുറന്ന് അവനെ അറിഞ്ഞു. ആദിമ സഭ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനായി കൂടി വരുമ്പോഴൊക്കെയും അപ്പം നുറുക്കിയിരുന്നു. ആദിമസഭയുടെ ഒരു പ്രത്യേക രീതിയായിരുന്നു കൂടി വരുമ്പോഴൊക്കെയും അപ്പം നുറുക്കുക. ക്രിസ്തീയ കൂട്ടായ്മയുടെ ശക്തിയുടെ രഹസ്യം എന്താണെന്ന് ആദിമസഭ മനസ്സിലാക്കിയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്താഴത്തിലുള്ള പങ്കുചേരലിലൂടെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ കൂട്ടായ്മയുടെ ഭാഗമായി നാം ഇന്ന് കർത്താവിന്റെ അത്താഴം ആചരിക്കുന്നത്. ആദിമസഭയുടെ കൂട്ടായ്മ ജീവിതം മറ്റുള്ളവർക്ക് ഒരു വലിയ സാക്ഷ്യമായിരുന്നു. അതിന്റെ ഫലമായി അനേകർ ദിനം പ്രതി കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ടേയിരുന്നു. എമ്മൗസിലേക്കുള്ള യാത്ര ചെയ്തവർ ഭയവും സങ്കടവും നഷ്ടബോധവും ഉള്ളവരായിരുന്നു. എങ്കിലും യേശുവിനെ തിരിച്ചറിഞ്ഞതിലൂടെ അവരുടെ ഹൃദയത്തിലെ അന്ധകാരം മാറി സന്തോഷത്തിന്റെ അനുഭവമുണ്ടായി. നാം അറിയുന്ന സന്തോഷം മറ്റുള്ളവരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ആ നാഴികയിൽ തന്നെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇപ്പൊ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് 7 നാഴിക നടന്ന് ക്ഷീണിച്ച അവർ വീണ്ടും 7 നാഴിക തിരികെ നടന്ന് യെരുശലേമിൽ ശിഷ്യന്മാരുടെ അടുക്കലെത്തി ഉയർത്ത കർത്താവിനെ കണ്ടു എന്നുള്ള സാക്ഷ്യം നൽകി. അങ്ങനെ നാം ഓരോരുത്തരും ഉയർത്ത യേശുവിനോട് കൂടെ സഞ്ചരിച്ച് യേശുവിനെ കണ്ടെത്താൻ ശ്രമിക്കണം. ക്രിസ്തുമായുള്ള കൂട്ടായ്മ ബന്ധം ശക്തിപ്പെടുത്തി അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ മാർഗത്തിൽ നടക്കണം. ഓരോ മനുഷ്യഹൃദയങ്ങളിലും യേശു ഉയർത്തുന്ന ജീവിത
ജീവിത അനുഭവം ഉണ്ടാകണം. ദൈവസന്നിധിയിൽ നാം അനുതാപ ഹൃദയങ്ങളോട് കൂടി സമീപിക്കുമ്പോൾ യേശുവിൽ മരിക്കുകയും സമ്പൂർണ്ണ സമർപ്പണ ജീവിതത്തിലൂടെ യേശുവിൽ ഉയർത്തുകയും ചെയ്യും. അതിനുള്ള മാർഗമാണ് പിതാപുത്ര പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ ജീവിതവും സഹോദരവർഗത്തോടും സഹജീവികളോടുമുള്ള സ്നേഹവും കരുതലും. ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിനായി നമുക്കും ഒരുങ്ങാം എന്ന ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മേവരെയും സമർത്ഥിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു, അവൻ വഴികളെ ഞാൻ അറിഞ്ഞു, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ കർത്തൃ ദിവസത്തിന്റെ പ്രഭാതത്തിൽ പരിശുദ്ധാലയത്തിലായതുകൊണ്ട് ഞങ്ങൾ അല്പസമയം വിനയപ്പെടുവാനും പ്രാർത്ഥിക്കുവാനും കൃപ നൽകിയല്ലോ. അതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ സമസൃഷ്ടങ്ങൾ അങ്ങ് ആരാധിക്കുവാൻ കഴിയാതെ പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സഭയായ അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ ഈ പ്രഭാതത്തിൽ അങ്ങ് സഹായിച്ചുവല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവെ, ഓരോരുത്തരും അവരുടെ ഭവനങ്ങളിലായിരിക്കുമ്പോഴും ദൈവകൃപ കൊണ്ട് അനുഗ്രഹിക്കണമേ. സഭയുടെ ശക്തിയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നത് പോലെ സഭയുടെ മധ്യസ്ഥത ഈ ദേശത്തിനും സകല കുടുംബങ്ങൾക്കും അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളുടെ ഭാരങ്ങളിൽ, കഷ്ടതകളിൽ, വേദനകളിൽ, കണ്ണുനീരനുഭവങ്ങളിൽ ആശ്വാസദായകനായി കൂടിയിരിക്കുന്ന കർത്താവെ, നമ്മുടെ ആശ്വാസമാകുന്ന കരത്താലും ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവരും കർത്താവെ പ്രതികൂലങ്ങളിൽ അകപ്പെട്ടു പോയതുമായ സകലരെയും ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ
മരണത്തെ മുഖാമുഖമായി കാണുന്നവരും മരണത്തിന് കീഴടങ്ങിയവരുമായ കുടുംബങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കൃപയാൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ രാജ്യത്തെ കാത്തുകൊള്ളണമേ. ഈ രോഗബാധയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യത്തെ കാത്തുകൊള്ളണമേ. ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, തക്ക സമയത്ത് പ്രവർത്തിച്ച് ഇതിൽ നിന്ന് തന്റെ ജനങ്ങളെ മുക്തി സൗഖ്യം ഉണ്ടാകുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദര വർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാതി മതഭേദമന്യേ കർത്താവെ വൈറസ് വ്യാപനത്തിനായിരിക്കുന്ന സകലരെയും ദൈവവിഭാഗം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല വൈദ്യനായിരിക്കുന്ന കർത്താവെ ഞങ്ങൾ സന്ദർശിക്കണമേ. കേരള സംസ്ഥാനത്തെ രക്ഷിക്കണമേ. ഭരണകർത്താക്കളെ സന്ദർശിക്കണമേ. കർത്താവെ, നാളുകളിൽ രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, സാമ്പത്തികമായി സഹായിക്കുന്നവർ എല്ലാവരെയും ദൈവഭാവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, മനുഷ്യന് നൽകിയ ഈ ന്യായവിധിയിൽ നിന്ന് തൻ്റെ ജനത്തെയും ലോകത്തെയും രക്ഷിക്കണമേ. മനുഷ്യർ ദൈവത്തെ മുഖം ദൈവസന്നിധിയിൽ വിനയപ്പെടുവാനും തങ്ങളുടെ പാപങ്ങളെ തുറന്ന് കർത്താവെ മാനസാന്തരത്തിന് അനുഭവത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ കർത്താവ് ജീവിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയമാരെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ. എത്രയും പെട്ടെന്ന് കർത്താവെ ആലയത്തിലേക്ക് കടന്നു നമ്മെ ആരാധിക്കുന്ന സ്വാതന്ത്ര്യം കർത്താവിനുള്ള സംസ്ഥാനത്തുണ്ടാകുവാൻ ദൈവമായ കർത്താവിനെ സഹായിക്കണമേ. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെ അനുഗ്രഹിക്കണമേ. ദേശത്തിന് സൗഖ്യം വരുത്തണമേ. ഈ ദേശത്ത് കർത്താവ് ആരും രോഗാവസ്ഥയിലായി തീരാതെ വണ്ണം എല്ലാവരെയും കാത്തുകൊള്ളണമേ. പ്രതികൂലങ്ങളൊക്കെയും മാറ്റണമേ. സന്തോഷിക്കണമേ. നന്മകൾ നൽകി സഹായിക്കണമെന്ന പുണ്യത്തോടെ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സമർപ്പിച്ചിരിക്കുന്ന വഴിപാടുകൾ അനുഗ്രഹിക്കണമേ. സൂര്യ ബേക്കറി ഊരമ്പെന്ന സ്ഥാപനത്തിനായി പ്രാർത്ഥിക്കുന്നു. ആ സ്ഥാപനത്തിന് അനുഗ്രഹിക്കണമേ. അതിലൂടെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹിച്ചു നൽകണം. ആ ദേശത്ത് നന്മയുടെ ഒരു സ്ഥാപനമായി നിലനിൽക്കാൻ സഹായിക്കണം. അത് നടത്തപ്പെടുന്ന സഭയിലെ മക്കളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ പണിയെടുക്കുന്ന എല്ലാവരെയും കാത്തുകൊള്ളണമേ. അവർക്കൊരു വരുമാന മാർഗമായി അത് നിലനിൽക്കാൻ തന്നെ സഹായിക്കണം. ആ കർത്താവ് അത് വളരെ ഉയർച്ചയുടെ നന്മയുടെ ഒരു അനുഭവത്തിൽ നിലനിൽക്കാൻ തക്കവണ്ണം കർത്താവിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുമാരൻ ഫാമിലി സുഹൃതം എളിമക്കൾ കുടുംബമായി സമർപ്പിച്ചിരിക്കുന്ന കർത്താവ് ഈ വഴിപാടിനായി സ്തോത്രം ചെയ്യുന്നു. സഭയുടെ കെട്ടുപണിക്കായി സഭയുടെ ചെലവുകൾക്കായി അത് വിനിയോഗിക്കപ്പെടുവാൻ കർത്താവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. ഭവനകാര്യത്തിനായി മക്കളെ കാത്തുകൊള്ളണമേ. സഭയുടെ മധ്യസ്ഥ അവർക്ക് അനുഗ്രഹിച്ച് നൽകണമെന്ന് താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. വഴിപാട് സമർപ്പിച്ചിരിക്കുന്ന മറ്റു പ്രിയമുള്ളവരെ ദൈവമായ കർത്താവെ അനുഗ്രഹിക്കണം. സഭയ്ക്കുള്ളിലായിരിക്കുന്ന ഷിജിനായി പ്രാർത്ഥിക്കുന്നു. ഇടമകനായ അനുഗ്രഹിക്കണമേ. ഇടമകനെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. വിദേശത്തായിരിക്കുന്ന പിതാവിനായി ഭവനത്തായിരിക്കുന്ന മാതാവിനായ സഹോദരങ്ങൾക്കായി എന്റെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ജിത്തുവിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ കൊണ്ട് അനുഗ്രഹിക്കണം. സഭയുമായിട്ട് ബന്ധിപ്പിച്ച് എല്ലാ ശുശ്രൂഷകളും മാനിക്കണം. പിന്നെ മാനിച്ചാൽ ഞാനും മാനിക്കും എന്നാലും ചെയ്തിരിക്കുന്ന പ്രകാരം എൻ്റെ മക്കളെ കർത്താവിനോട് പ്രാർത്ഥന മാനിക്കാൻ അനുഗ്രഹിക്കും ചെയ്യണമേ. ഈ കർത്താവെ പുതിയ ആഴ്ചയിൽ ഞങ്ങൾക്ക് പുതിയ നന്മകളും അനുഗ്രഹം നൽകണം. കർത്താവിനെ ആരാധിക്കൊണ്ട് കൃപ നൽകണം. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും പ്രതികൂലങ്ങളും മാറ്റണം. ഒരു വ്യാധികളോ പ്രതികൂലങ്ങളോ ഞങ്ങളുടെ ജീവിതങ്ങളിലും ഈ ദേശത്തും കടന്നു വരാതെ വേണം കർത്താവ് കാത്തുകൊള്ളണം. മരണത്തിൽ വേർപാടും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവഭാഗ്യങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ് വാർദ്ധക്യ അവസ്ഥയിലായിരിക്കുന്നവരെ കാത്തുകൊള്ളണം. കൊച്ചുമക്കളെ അനുഗ്രഹിക്കണം. യൗവനക്കാരെ അനുഗ്രഹിക്കണം. എല്ലാ മാതാപിതാക്കളെയും കാത്തുകൊള്ളണം. തൊഴിലുകൾ നഷ്ടപ്പെട്ട് കർത്താവ് ഭാരത്തോടുണ്ടായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം. തൊഴിൽ മാർഗങ്ങളെ കണ്ടെത്തുവാനായിട്ട് സഹായിക്കണം. യാത്രാ സ്വാതന്ത്ര്യം ഉണ്ടാകാൻ സഹായിക്കണം. ജന്മസ്വാതന്ത്ര്യമായിട്ട് കർത്താവിനെ ആരാധിക്കാൻ തക്കണം. ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ എല്ലാ നന്മകൾ നൽകി ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന സംസ്ഥാനത്തായിരുന്നു നാം എല്ലാവരോടും ഇന്നും എന്നേക്കും ലോകാവസാനത്തോളം ഇടയ്ക്കുമാറാകട്ടെ. ആമേൻ. Amen.
പാപം